ഇതൊന്നും എന്തൊന്നും ഉണ്ടാവും ഒന്നും ചെയ്യാത്ത. ഏടി മോളെ, ഈ എന്ത് ഈ നേരത്തെ അവിടെ നിക്കണ്? ഒന്നുമില്ല അമ്മ, ഔത്ത് ഇങ്ങനെ ഇരുന്നപ്പോളേ ഒന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല സമയത്താണ് ഈ ഇറങ്ങി നിക്കണേ, നട്ടുച്ച സമയാണ്. ഇങ്ങോട്ട് കേറി പോന്ന അവിടെ നിക്കണ അത്രക്ക് നല്ലതൊന്നുമല്ല. ആ അല്ല, ഓനെടുക്ക പോയി? ഓനാണ്ട് അങ്ങാടിക്ക് പോയതാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ്. ഇനിയിപ്പോ ഡോക്ടറെ കാണിക്കാൻ പോവാനുള്ളതല്ലേ. ഇപ്പൊ എന്തായാലും ഒരു മാസമായിട്ട് ഇക്ക ഇവിടെ ഉണ്ടല്ലോ, എവിടേക്കും പോയിട്ടൊന്നുമില്ല. അതന്നെ വലിയ ഒരു ഭാഗ്യാണ്. പ്രസവം വരെ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത് ഇക്ക. ഇനി നേരെ വകാൻ നിക്കണ്ട, നേരത്തെ പോയി കാണിച്ചു പോന്നോളുണ്ടു. ഇനി എപ്പഴാ ഞാൻ അവിടുന്ന് ഒഴിവാവാന്നൊന്നും പറയാൻ പറ്റൂല. ഇജ്ജിപ്പോ അവിടെ നിക്കാതെ ഇങ്ങോട്ട് കേറി പോന്ന ഔത്തേക്ക്. ഞാൻ അവിടെ കിടക്കന്നെയായിരുന്നു. അപ്പൊ ഒന്ന് കൊറച്ചേരം ഒന്ന് അങ്ങനെ നടക്കട്ടെ വെച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ്. അതൊന്നും സാരമില്ല, കൊറേ ഒക്കെ കെടുക്കൊക്കെ വേണ്ടി വരും. ഇപ്പൊ എത്ര കാലത്തിന് ശേഷം ഒന്നും ഉണ്ടാവുകയാണ്. ഇങ്ങോട്ട് പോരാ, അവിടെ നിക്കണ്ട. ആ ആ പാവത്തിന് എന്തൊരു സന്തോഷാണ്. ആദ്യായിട്ടൊരു കുട്ടി ഉണ്ടാവുകയല്ലേ ഇവിടെ, അത് എത്ര കൊല്ലങ്ങൾക്ക് ശേഷം. അതന്നെയാണ് പേരാണാവോ. ആ താത്ത പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ അതന്നെ ഇക്കാരം പേര. ഇതിന്റെ മേലെ ഇല്ലാത്ത സാധനങ്ങളില്ല. ആരൊക്കെ അവിടെ ബെല്ലടിക്കണം? ആരാണ്? ഈ ഷെരീഫിന്റെ വീട് തന്നെയല്ലേ? അതെ. ഈ എവിടുന്ന കുട്ടിയെ വരുന്നേ? ഞാന് വളാഞ്ചേരിയാണ് എന്റെ സ്ഥലം, ഞാൻ അവിടുന്നാ വരുന്നേ. ഓൻ ഇവിടെ ഇല്ല, ഈ ഇങ്ങോട്ട് കേറി വായോ, ഇപ്പൊ ഇങ്ങോട്ട് വരും. ഈ അവിടെ ഇങ്ങനെ നിക്കാതെ ഇവിടെ ഒരു ഭാഗത്ത് ഇരുന്നോക്കാ. ഇല്ല, ഇരിക്കണില്ല. ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ ഓലൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. ആരാണ്? അത് ഷെരീഫിന്റെ ഫ്രണ്ടാ അത്ര. ഇതാരമ്മ? ഇതോന്റെ പെണ്ണുങ്ങളാണേ. ഓളിപ്പോ പള്ളയിൽ ഉണ്ടായിക്കാണ്ടിരിക്കാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ചെക്കപ്പിന്റെ ദിവസാണ്. ആണ് പോവാൻ നിക്കപ്പോ രണ്ടാളും കൂടി. ഭാര്യയെ? ഞാൻ ഷെരീഫിന്റെ ഭാര്യയാണമ്മ. ഷെരീഫാക്ക് രണ്ടാമത് കല്യാണം കഴിച്ച എന്നെയാണ്. ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. ഒരു പെരെ കയറി വന്നുകാണ്ട് അനാവശ്യം പറയാൻ നിക്കണ്ട. എവിടെ എന്തും പറയാനായപ്പോ എനിക്ക് എന്തിനാ അമ്മ ഒരു വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയേണ്ടത്? സത്യം ഞാൻ പറഞ്ഞത്. എന്നെ ഷെരീഫാക്ക് 2 വർഷം മുന്നേ കല്യാണം കഴിച്ചതേന്ന്. അതിൽ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. ഷെരീഫാക്ക് ഞങ്ങളെ ക്വാർട്ടേഴ്സിലാണ് നിർത്തിയത്. ഇപ്പൊ ഒരു വാടക ഒന്നും കൊടുക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാനാ പറഞ്ഞിരിക്കണത്.
എന്താ കാട്ടണ്ടെന്ന് അറിയില്ല. ഷെരീഫാക്ക് ആണെങ്കിൽ ഇപ്പൊ ഒരു മാസമായിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഞാൻ അതറിയാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്ന്. ഇല്ലാത്ത വന്ന് പറയാൻ നിക്കണ്ട വെറുതെ. ഇപ്പൊ കൊറേ എണ്ണം ഉണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് വാപ്പയാണ് ഉമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാന്നുണ്ടെങ്കിലേ എവിടെയെങ്കിലും പോയിട്ട് കൈ നീട്ടിയാലും കിട്ടും. അല്ലാതെ നോണ അറിഞ്ഞു വരില്ല ചെയ്യ. സത്യം ഞാൻ പറഞ്ഞത്. ഗർഭിണിയായിട്ട് ഇരിക്കണേക്ക് നിങ്ങളോട് എന്തിനാ ഞാൻ നോണ പറയണത്? എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഷെരീഫാക്ക് എന്നെ പറ്റിച്ച് പോന്നതാണ് അവിടുന്ന്. എനിക്കൊരു ഇമ്മ ഉള്ളു, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നെ കല്യാണം കഴിച്ചിരിക്കണത്. നിങ്ങളുള്ളതൊന്നും എനിക്കറിയില്ല. ഗർഭിണിയാണോന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കൊന്നും വേണ്ട. ഓള് പറഞ്ഞ പോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളേക്കാരം അതൊക്കെ. നിങ്ങളൊക്കെ എങ്ങനെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. തെളിവ് കാണുന്നുണ്ടെങ്കിലാ അന്നൊന്ന് കാണിച്ചെന്റെ തെളിവ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഓന്റെ ആദ്യത്തെ പെണ്ണുങ്ങളാണ് ഓള്. ഇപ്പൊ പള്ളയിൽ ഉണ്ടായിക്കാണ്ട് ഇരിക്കും ചെയ്യാണ്. എന്നാ എന്റെ ഫോണ്. സെമിയ സെമിയ എന്തിനായിട്ട് എന്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നിക്കണത്? ഞങ്ങൾ എത്ര നല്ലപോലെ നിക്കണ കുടുംബാന്ന് അറിയാം എനിക്ക്. സെമിയ എടി വാതില് തുറക്കേ. ഇമ്മ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഭാര്യ ഉള്ളോന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. വയ്യാതിരിക്കണ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ വന്നേ ഇമ്മ. പിന്നെ ഇക്കും എന്റെ കുട്ടിക്കും വേറെ ആരും ഇല്ല. എന്റെ ഉമ്മ മാത്രമേ ഉള്ളുക്ക്. സഹായിക്കാനൊന്നും ഒരാളും ഇല്ല. പഠിച്ചോനെ, എന്തൊക്കെ ഇനി ഉണ്ടാവാൻ പോണെന്ന് ആർക്കും അറിയാം. ഞാൻ ഇനി ഇവിടെ നിക്കണില്ലമ്മ. പോവാണ്. ഇനിയിപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? കുട്ടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോ പള്ളേലുള്ളൂ. ഉമ്മ ഇക്കാനോട് പറയണം, നീ കുട്ടിയുടെ അവകാശം പറഞ്ഞുകാണ്ട് ഇക്ക് എന്റെ വീടിന്റെ പടി കയറരുത്. ഇക്ക് ഇങ്ങനെ ഒരു മാപ്പിളയില്ല, ആരുമില്ല. ഞാൻ എന്റെ കുട്ടീനായിട്ട് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോണ്ട് സുഖമായിട്ട് നിന്നോ ഇക്കാനപ്പോ. ഇക്കിന്നിങ്ങനെ ഒരു ചതിയനക്ക് വേണ്ട. മോളെ ഈ എവിടേക്ക് പോവാനാണ്? ഇതെന്റെയും കൂടി പേരല്ലേ? ഞാൻ കാരണമാണ് നിങ്ങൾ പോണെന്ന് വെച്ചാൽ നിങ്ങൾ പോവണ്ട, ഞാൻ പോയിക്കോളാം. വേണ്ട, ഇറങ്ങി പോണ്ട ഈ അല്ല ഞാനാണ്. ഇക്കിനി ഇവിടെ ഒരു അവകാശവും ഇല്ല. ഇക്കാക്ക് കുട്ടിയില്ലാത്ത പേരിലേക്കാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. പഠിച്ചോ ഞങ്ങൾക്ക് പിന്നെയാണ് ഒരു കുട്ടീനെ തന്നത്. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാണ്. ഇനി എന്താ അണക്ക് വേണ്ടത്? എന്തായാലും ഓള് പോവാൻ തീരുമാനിച്ചു. ഇജി ഇതിന്റെ ഉള്ളിൽ കയറി പാർക്കാനാണ് എന്റെ തീരുമാനം ആണോ? ഓല് പറഞ്ഞ പോലെ തന്നെ അമ്മ, ഞങ്ങൾ രണ്ടാളെ ഓല് ചതിക്കേനില്ലേ.
എന്റെ കുട്ടിക്ക് ഇനി അങ്ങനെ ഒരു വാപ്പ വേണ്ട. അയാൾ ഇനിയും വേറെ എവിടെയെങ്കിലും പെണ്ണിട്ടില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? ഞാൻ എന്റെ കുട്ടി എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോണ്ട് ഇനി അയാളുടെ അടുത്തേക്ക് ഞങ്ങള് വരില്ലമ്മ. ഞാൻ പോവാണ്. അതെ, ഒരു വെറ്റ് എന്തായാലും ഓൾക്കുള്ള ഞാൻ കൊടുക്കാം. എന്റെ കുട്ടിയുടെ ജീവിതം ഓളെ പേരയിൽ ഞാൻ എന്താ പഠിച്ചോലെ പറയാ? അതിന് പള്ളയിലുള്ള ഒരു പെണ്ണുമാണല്ലോ.